എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കരീബിയൻ കരുത്തിനെ തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് രാജകീയമായി പ്രവേശിക്കുമ്പോൾ ഭാരതമൊട്ടാകെ ആവേശക്കടലായി മാറി. എന്നാൽ ഈ വിജയത്തിന്റെ അലയൊലികൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ് ലോകത്തെയാകെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ തെരുവുകളിൽ ഇന്ത്യൻ ദേശീയ പതാകയേന്തി ആയിരക്കണക്കിന് ആളുകളാണ് പടക്കം പൊട്ടിച്ചും നൃത്തം ചെയ്തും ഈ വിജയം ആഘോഷിച്ചത്. സ്വന്തം രാജ്യം ലോകകപ്പ് ജയിച്ചാലെന്നോണം അഫ്ഗാൻ ജനത ആഹ്ലാദിക്കുമ്പോൾ അഫ്ഗാൻ ക്രിക്കറ്റ് ഇതിഹാസം റാഷിദ് ഖാനും താലിബാൻ മേധാവിയും നടത്തിയ പ്രസ്താവന കേട്ടാൽ ഏതൊരു ഭാരതീയന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് വിങ്ങും. എന്താണ് ആ രഹസ്യ സന്ദേശം എന്നറിയുന്നതിനു മുൻപ് ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മരണ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് പരിശോധിക്കാം. കൊൽക്കത്തയിലെ നിറഞ്ഞുകവിഞ്ഞ ഗാലറിക്കു മുന്നിൽ ടോസ് നേടിയ നായകൻ സൂര്യകുമാർ യാദവ് ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ പരീക്ഷണമായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യൻ ബൌളർമാർ കണിശത പാലിച്ചെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർമാരായ ഷായ് ഹോപ്പും റോസ്റ്റൺ ചേസും പവർ പ്ലേയിൽ ആഞ്ഞടിച്ചു. ഒടുവിൽ 195 റൺസ് എന്ന റൺമലയാണ് വിൻഡീസ് ഇന്ത്യയ്ക്കു മുന്നിൽ ഉയർത്തിയത്. 196 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടികൾ നേരിട്ടു. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തകർത്തടിക്കാൻ ശ്രമിച്ചെങ്കിലും വേഗത്തിൽ പുറത്തായി. എന്നാൽ അവിടുന്നങ്ങോത്തെ ഈഡൻ ഗാർഡൻസ് സാക്ഷ്യം വഹിച്ചത് സഞ്ജു സാംസൺ എന്ന കൊടുങ്കാറ്റിനായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ ക്രീസിലെത്തിയതോടെ കളി മാറി. മാത്യു ഫോർഡിനെയും അഖിൽ ഹുസൈനെയും നിലം തൊടിയിക്കാതെ ഗാലറിയിലെത്തിച്ച സഞ്ജുവിന്റെ ഓരോ ഷോട്ടും മാന്ത്രികമായിരുന്നു. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും പിന്തുണ നൽകിയപ്പോൾ സഞ്ജു ബാറ്റിംഗ് വിസ്മയം തീർത്തു. ഒടുവിൽ 19.2 ഓവറിൽ 199 റൺസ് അടിച്ചെടുത്ത് ഇന്ത്യ ജയം തൊടുമ്പോൾ സഞ്ജു സാംസൺ 50 പന്തിൽ 97 റൺസുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഒരു ചാമ്പ്യന്റെ ഇന്നിംഗ്സ്. ഇന്ത്യയുടെ ഈ ഐതിഹാസിക വിജയം പ്രഖ്യാപിച്ച നിമിഷം അഫ്ഗാനിസ്ഥാനിലെ കാബൂളും ജലാലാബാദും ഇളകിമറിഞ്ഞു. ഇന്ത്യൻ പതാകകൾ തെരുവുകളിൽ പാറുന്നത് കണ്ട് ലോകമമ്പരന്നു. അഫ്ഗാൻ സൂപ്പർ താരം റാഷിദ് ഖാൻ വികാരാധീനനായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഭാരതവും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത് വെറും ക്രിക്കറ്റ് ബന്ധമല്ല, അത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഇന്ത്യ സെമിയിലെത്തിയപ്പോൾ ഞങ്ങൾ തന്നെയാണ് ജയിച്ചതെന്ന് തോന്നിപ്പോകുന്നു. ടീം ഇന്ത്യയാണ് ക്രിക്കറ്റ് ലോകത്തെ യഥാർത്ഥ രാജാക്കന്മാർ, അവർ തന്നെ കിരീടം ചൂടണം. റാഷിദ് ഖാന്റെ വാക്കുകൾക്കൊപ്പം താലിബാൻ മേധാവിയും പ്രധാനമന്ത്രി ഹസൻ അഖുന്ദും ചേർന്നപ്പോൾ അതൊരു ചരിത്ര നിമിഷമായി. ഇന്ത്യ എപ്പോഴും അഫ്ഗാനിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടെന്നും ഈ വിജയം തങ്ങളുടെ കൂടി വിജയമാണെന്നും താലിബാൻ മേധാവി പറഞ്ഞു. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് അവിശ്വസനീയമായിരുന്നു. മാർച്ച് 8-ന് ഇന്ത്യ ലോക കിരീടം ഉയർത്തുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി ഹസൻ അഖുന്ദിന്റെ വാക്കുകൾ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹത്തിന്റെ മഹാവിളംബരം ക്രിക്കറ്റിനും അപ്പുറമാണ്. ഇന്ത്യയുടെ ഈ വിജയത്തെക്കുറിച്ചും സഞ്ജു സാംസന്റെ വീരോചിത ഇന്നിംഗ്സിനെക്കുറിച്ചും നിങ്ങൾക്കെന്തു തോന്നുന്നു? അഫ്ഗാൻ ജനതയുടെ ഈ സ്നേഹപ്രകടനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള തീപാറുന്ന വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.